ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ള കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, അറേബ്യൻ രാജ്യങ്ങൾ സിറിയയിൽ വലിയ ആഘോഷം നടന്നു. സീഡ്സുകൾ വിതരണം ചെയ്യുന്നത് ഷിയ ആൾക്കാരല്ല, സുന്നി ആൾക്കാർ. ഇറാനിലാണെങ്കിൽ അനുകൂലമായിട്ട് പ്രകടനം നടന്നു. ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായിട്ട് പ്രകടനം നടന്നു. പക്ഷെ വലിയൊരു വിഭാഗം സ്ത്രീകളും സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കാരണം ടെലഗ്രാമിനകത്ത് അതിൻ്റെ വീഡിയോ വന്നുകൊണ്ടിരിക്കുക. സിറിയയിൽ സുന്നി പള്ളികളിൽ അവരുടെ വാങ്കുവിളിക്കിടയിൽ ഇയാൾ കൊല്ലപ്പെട്ട വലിയ സന്തോഷമായിട്ട് അറബിയിൽ പറയുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും പല വാർത്തകളിലൊക്കെ വന്ന സംഭവമാണ് ഞാൻ ഇത് പറയുന്നത്. പലസ്തീനിലാണെങ്കിൽ, അത് വെസ്റ്റ് ബാങ്കിൽ, ഇയാൾക്ക് അനുകൂലമായിട്ട് ചെറിയ പ്രകടനമേ നടന്നുള്ളൂ. ഇനി ലോകത്ത് മറ്റ് പല അറേബ്യൻ രാജ്യങ്ങളിൽ ഒരു പുല്ലും നടന്നില്ല, ആസ് യൂഷ്വൽ. പക്ഷേ ഇന്ത്യയിൽ കാശ്മീരിൽ ഒരു വലിയ പ്രകടനം നടന്നു. നസറുള്ളയ്ക്ക് അനുകൂലമായിട്ട് അയാളുടെ പടമൊക്കെ പൊക്കി പിടിച്ചോണ്ട്. മനസ്സിലാക്കേണ്ടത്, ആർട്ടിക്കിൾ 370 വന്ന ശേഷം കാശ്മീർ നോർമൽസിയിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ നടക്കുകയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, സമാധാനമായിട്ടാണ് ഇലക്ഷൻ പോയിക്കൊണ്ടിരിക്കുക. കാരണം പല ഫേസുകളായിട്ടാണ് ഇലക്ഷൻ നടത്തുന്നത്. സെക്യൂരിറ്റി ഫോഴ്സും പാരാമിലിറ്ററി ഫോഴ്സും പല ഏജൻസികളും വളരെ മോണിറ്റർ ചെയ്തിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പം ഇന്ത്യയിൽ ഇതേപോലെ ഒരു പ്രകടനം നടന്നത് കാശ്മീരിൽ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനിൽ എനിക്കറിയില്ല അവിടെ നടന്നോ ഇല്ലയോ എന്ന്. കാരണം അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പോൾ ആർട്ടിക്കിൾ 370 വന്ന ശേഷം ഞാൻ പല ആവർത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാശ്മീരിലൊരു ഡെസ്ക് ഉണ്ട്. അതായത് നോർത്ത് ബ്ലോക്കിൽ ഹോം മിനിസ്ട്രിയിൽ ഒരു ഡെസ്ക് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞാൻ സ്ഥിരം കത്തെഴുതാറുണ്ട് അവർക്ക്. കാരണം എനിക്ക് കാശ്മീരിനെ പറ്റി ഒരുവിധം നല്ലപോലെ കാര്യങ്ങൾ പഠിച്ച ഒരു ജേർണലിസ്റ്റാണ് ഞാൻ. അപ്പം അതിനകത്ത് ഞാൻ പറയുന്നൊരു വസ്തുതയുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ആർട്ടിക്കിൾ 370 വന്ന് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയ ശേഷം ഞാൻ പറയുന്നൊരു വസ്തുതയുണ്ട് അതിൻ്റെ അകത്ത്. ഈ കാശ്മീരിൽ നിന്നും പോയ പണ്ഡിറ്റുമാരെയും കാശ്മീരി പണ്ഡിറ്റുകളെയും അവിടെ തിരിച്ചു കൊണ്ടുവന്നില്ല എങ്കിൽ കാശ്മീർ എന്ന് പറയുന്നത് മറ്റൊരു വെസ്റ്റ് ബാങ്കോ ഗാസയോ ആയിത്തീരും. അതാണ് ഇന്നലെ നടന്ന പ്രകടനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം അവിടുത്തെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയും ഒക്കെ പ്രകടനം നടത്തുകയാണ്. ചിലപ്പോൾ കോൺഗ്രസ് എന്നാളും നടത്തി, ചിലപ്പോൾ രാഹുൽ ഗാന്ധി പോയി പ്രസംഗിക്കും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ പോട്ടൻ, അവന് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം യൂണിറ്റിയോടുകൂടി മുന്നോട്ട് പോകുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഉൾക്കൊള്ളാൻ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന അത്രയും കാലം കാശ്മീർ എന്ന് പറയുന്നൊരു കീറാമുട്ടിയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തു പറഞ്ഞു കഴിഞ്ഞാലും മോദിയും BJP അധികാരത്തിൽ വന്ന് അതിനൊരു സൊല്യൂഷനും റിസൾട്ടും കിട്ടിയത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാനിത് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതിനകത്ത് മറ്റൊരു ലെറ്റർ ഞാൻ പറയാം. എനിക്ക് അതിൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ട്. പല ഓഫീസേഴ്സും എന്നെ വിളിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു ഡേറ്റ വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ആ കത്തിൽ എഴുതിയിരുന്നത്, ഇവരോട് സംസാരിച്ച് പറഞ്ഞത്, ഈ ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ഇഷ്ടം പോലെ കാശ്മീരിലുണ്ട്. കാരണം ടെറൈൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരു ക്യാമ്പ് പോലെ ഉണ്ടാക്കിയിട്ട് പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആർമിയുടെയും ഡിഫൻസിൻ്റെയും പാരാമിലിറ്ററിയുടെയും ക്യാമ്പിനെടുത്ത് ഇസ്രായേൽ ചെയ്ത പോലെ, കാരണം സെറ്റിൽമെൻറ്റ് മറ്റുള്ള ജൂയിഷിനെ വെസ്റ്റ് ബാങ്കിൻ്റെ അടുത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നടത്തിയൊരു പരിശ്രമമുണ്ട്. അതിൽ ഭയങ്കര സക്സസ്സുമായിരുന്നു. നോർത്തേൺ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അധികം സെറ്റിൽമെൻറ്റാണ്. ഇങ്ങനെ കുറച്ചായിട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റു മതവിഭാഗക്കാരെയും കാശ്മീരിലോട്ട് കൊണ്ടുവരികയും, ഈ കാശ്മീരിൻ്റെ ഈ 98% എന്നുള്ളത് ഏകദേശം ഒരു 18-20% ഒരു ഹിന്ദുവും മറ്റുള്ള കമ്മ്യൂണിറ്റിയും കയറുവാണെങ്കിൽ കാശ്മീർ എന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളും ഇതൊന്നും ഉണ്ടാവില്ല. വളരെ കണിശമായിട്ട് പറയാം. അത് തന്നെയാണ് ഇസ്രായേൽ ചെയ്തത്. പിന്നെ അവർ ഇസ്രായേലിൻ്റെ പുറത്ത് പോകേണ്ടി വന്നു. ഇതാണ് അതിനൊരു പോംവഴി എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഇപ്പം കേരളത്തിലെ ക്രൈസ്തവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, അതായത് ഈ
തീവ്ര മതവിഭാഗക്കാർ ഒരു സ്റ്റേറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, തെറ്റാ. ഏറ്റവും വലിയ തെളിവ് കാശ്മീരാണ്. ഈ കാശ്മീരിലെ പണ്ഡിറ്റുകളെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിന്, ഓടിക്കുന്നതിന് മുമ്പ്, പലായനത്തിന് മുമ്പ് അവരവിടെ കാശ്മീരി ടെറർ ഗ്രൂപ്പ്, അതായത് തീവ്രവാദ ഗ്രൂപ്പുകൾ ആദ്യം ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പായിട്ട് അത് കൺവേർട്ടായി. ഇന്ത്യയിൽ ആദ്യം ISISൻ്റെ ഫുട് പ്രിൻ്റ് കണ്ടത് കാശ്മീരിലാണ്, അത് മനസ്സിലാക്കണം. അപ്പം അവരുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളായിരുന്നു. ഇത് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം വീണ്ടും പറയാം, അവരുടെ വ്യൂവർഷിപ്പ് പറയുന്നു ഒരു മൈനോറിറ്റി വിഭാഗം അവർ റിജക്റ്റ് ചെയ്യും, മിഡിൽ ഈസ്റ്റിൽ അവർ റിജക്റ്റ് ചെയ്യുന്നു പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ യാഥാർത്ഥ്യം സത്യമായിട്ട് പറയണം. അതാണ് ഒരു ജേർണലിസം, അതായത് ന്യൂസ് മീഡിയയുടെ കടമയെന്ന് പറയുന്നത്. 40-ൽ പരം ക്രിസ്ത്യൻ പള്ളികളും സ്കൂളുകളുമാണ് ഈ കാശ്മീരി ഭീകരന്മാരുടെ ആദ്യത്തെ അറ്റാക്കിൽ പോയത്. കത്തിച്ചു കളഞ്ഞു. ഇതിന് ചരിത്രമുണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ പിടി കിട്ടും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാസ്റ്റർ ഖന്ന ഉണ്ടായിരുന്നു. അദ്ദേഹം കാശ്മീരിയാണ്. അവിടെ കാശ്മീരിൽ ജനിച്ച് വളർന്നൊരു പഞ്ചാബി. എനിക്ക് തോന്നുന്നു 2nd ജനറേഷനോ 3rd ജനറേഷനോ ക്രിസ്ത്യനാണ്. അയാളെയായിരുന്നു ആദ്യം ഇയാൾ ടാർഗറ്റ് ചെയ്തത്. അപ്പം ഇയാളുടെ ഫാമിലി അതിനുശേഷം ജമ്മുവിൽ വന്നു, അതിനുശേഷം ചണ്ഡീഗഡിൽ വന്നു. ചണ്ഡീഗഡിൽ വെച്ചാണ് എന്നെ ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തി, ഒരു കാശ്മീരി ജേർണലിസ്റ്റ് എന്നെ പരിചയപ്പെടുത്തരുത്. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ അയാൾ ജീവനോട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അയാളുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. കാരണം കാർമൽ സ്കൂള് കാശ്മീരിൽ നടത്തിക്കൊണ്ടിരുന്ന ഇവരുടെ ഫാമിലിയായിരുന്നു. നല്ലപോലെ നടക്കുക. അയാളെന്നോട് പറഞ്ഞൊരു വസ്തുതയുണ്ട്, ഇയാളുടെ 2ഓ 3ഓ ജനറേഷൻ മുമ്പ് വരെ അവിടെ ഇംഗ്ലീഷ് സ്കൂള്, കാശ്മീരികൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തതാണ് കാർമൽ സ്കൂൾസ്. അവിടെ നിങ്ങൾക്കറിയാം കാശ്മീരീസ് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ പണ്ഡിറ്റ്സിൻ്റെ ഇഷ്യൂ വരുന്നതിന് മുമ്പ് അവിടെയുള്ള തീവ്ര മതവിഭാഗക്കാർ, ഈ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവരവിടെ വന്നിട്ട് ഇവരോട് ആവശ്യപ്പെട്ടത് ഇവരുടെ സ്കൂളുകളിൽ അറബിക് ഇസ്ലാമിക്, അതായത് അത് പഠിപ്പിക്കണം. അത് സ്കൂളുകളിൽ നമാസ് ചെയ്യാനുള്ള സംവിധാനം ഈ ക്രിസ്ത്യൻ സ്കൂളുകളിൽ കൊടുക്കണം. ഇതായിരുന്നു ഇവരുടെ ഡിമാൻഡ്. അവിടെ കാത്തലിക് സ്കൂളിലെ അറ്റാക്ക് ചെയ്ത് അതും അടപ്പിച്ച് കളഞ്ഞു. അവിടെ ഇവിടെയൊക്കെ പഠിപ്പിച്ചിരുന്ന ഒത്തിരി മലയാളികളായ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പോയവർ. അവരൊക്കെ തിരിച്ച് പിന്നെ ഡൽഹിയിലും ചണ്ഡീഗഡിലുമായിട്ട് വന്നിട്ട് പിന്നെ അവർ വിദേശത്തോട്ട് പോവുകയാണ് ചെയ്തത്. ഇതൊന്നും മലയാളത്തിലെ പത്രങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നതാണ് വിഡ്ഢിത്തരമെന്ന് പറയുന്നത്. അപ്പം ഇവരോട് ആവശ്യപ്പെട്ടു ഇത് നടത്തണം, അല്ലെങ്കിൽ അവർ കത്തിച്ചു. അവർ പൂർണ്ണമായിട്ടും നിരാകരിച്ചു. അവർ പറഞ്ഞു അവിടുത്തെ ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പറയുന്ന ലോ അല്ലാതെ ഒരു ലോയും അവർ അടിച്ചേൽപ്പി. കാരണം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവർക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ട്. അതിനെ എതിർത്തതിൻ്റെ പേരിലാണ് അയാളുടെ പള്ളിയും അയാളുടെ വലിയ സ്കൂളായിരുന്നു ഇത് മുഴുവനും കത്തിച്ച് കളഞ്ഞു, ഏകദേശം 40-ൽ പരം. അപ്പം ആദ്യം അറ്റാക്ക് ചെയ്തത് ഇവർ കാശ്മീരി പണ്ഡിറ്റിനെ അല്ല, അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സ്കൂളുകളും പള്ളികളും. ചെറിയ മൈനോറിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ, മലയാളികളും ഉണ്ടായിരുന്നു. അവരെയാണ് ആദ്യം തുടച്ച് നീക്കിയത്. അതായത് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മൈനോറിറ്റി വിഭാഗം എവിടെയാണ് ശക്തമാകുന്നത്, ഓർത്തിരിക്കേണ്ട സംഭവമാണ്. ആദ്യം ആക്സ് ചെയ്യുന്ന മറ്റുള്ളവരെ ദൂരെ കളയും. എനിക്കറിയത്തില്ല ഇതിൻ്റെ പുറകിലുള്ള ചരിത്രം എന്താണെന്ന് അറിയത്തില്ല. ഇനി പറയാൻ പോകുന്നൊരു സംഭവമുണ്ട്. ഇപ്പം ഞാൻ ഈ പല കത്തുകൾ എഴുതിയപ്പോഴും പറയുന്ന സംഭവമുണ്ട്. ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയും മറ്റുള്ള കമ്മ്യൂണിറ്റികളും കാശ്മീരിൽ 10-15% ഉണ്ടായില്ല എങ്കിൽ കാശ്മീർ എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റിനും പിടിക്കാൻ കിട്ടാത്ത രീതിയിലോട്ട് അത് തീവ്രമായിട്ട് പോകും. കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ അപ്പുറത്ത് പാകിസ്ഥാനുണ്ട്. അപ്പം ഈ ഒരു സംഭവം പറയുകയും അതിനെനിക്ക് പല ആവർത്തി എന്നെ വിളിപ്പിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇത് വളരെയധികം സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇന്നലത്തെ അവരുടെ ഹിസ്ബുള്ള തലവൻ മരിച്ചുള്ള റാലിയും പ്രതിഷേധവും കണ്ടപ്പോൾ ഒരു പിടികിട്ടിയൊരു സംഭവമുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എത്രയും വേഗം ഇത് ആക്ട് ചെയ്തില്ല എങ്കിൽ കാശ്മീർ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല. കാരണം ആ രീതിയിലാണ് അവിടെ തീവ്രത വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇലക്ഷൻ നടത്തണം, അതൊക്കെ ജനാധിപത്യമായിട്ട് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞൊരു പോളിസിയുണ്ട്, നേരത്തെ BJP പറഞ്ഞ പോളിസിയുണ്ട്, ഈ കാശ്മീർ പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടാക്കും. അത് എത്രയും വേഗം ചെയ്താൽ മാത്രമേ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ
അവിഭാജ്യ ഘടകവുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ.